ഹാളിൽ കയറുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, കൈകൾ വിയർക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എക്സാം ഹാളിൽ ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതാൻ സഹായിക്കുന്ന 9 ടിപ്സ് നോക്കിയാലോ? 1. ബിഫോർ എന്ററിംഗ് ദ എക്സാം ഹാൾ. ഫസ്റ്റ് റൂൾ എക്സാം സെന്ററിൽ നേരത്തെ എത്തുക എന്നുള്ളതാണ്. റിവൈസ് ചെയ്യാനല്ല, റിലാക്സ് ചെയ്യാനാണ്. അവസാന നിമിഷമുള്ള ഡിസ്കഷൻസ് അവോയ്ഡ് ചെയ്യുക. ശാന്തമായ മനസ്സാണ് കൂടുതൽ ഓർമ്മിക്കാൻ നമ്മെ സഹായിക്കുന്നത്. A calm mind remembers than a stressed mind. 2. Reading time is powerful. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ടെൻഷൻ ആകാതെ വായിച്ചു തുടങ്ങുക. 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. ഈസിയായ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക, പിന്നെ മീഡിയം വൺസ്, അതിനുശേഷം ഡിഫിക്കൽട്ട് ആയവ. ഈ ഒരു പ്ലാനിംഗ് ബ്രെയിനിൽ ഭയം കുറയ്ക്കും. 3. സ്റ്റാർട്ട് വിത്ത് കോൺഫിഡൻസ്. ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുക. അത് ഒരു കോൺഫിഡൻസ് നൽകും. എഴുതുന്നതിന് ഒരു റിതം ഉണ്ടാകും. ഓരോ ആൻസേഴ്സ് എഴുതുമ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായി എഴുതാൻ മറക്കരുത്. 4. ടൈം മാനേജ്മെന്റ് ഇൻസൈഡ് ദ എക്സാം. സമയം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ കൂടുതൽ സമയം കളയരുത്. ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായി തോന്നിയാൽ ആ ക്വസ്റ്റ്യൻ നമ്പർ നോട്ട് ചെയ്ത ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. യു ക്യാൻ ഓൾവേസ് റിട്ടേൺ ലേറ്റ്. ലാസ്റ്റ് 10 to 15 മിനിറ്റ്സ് ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്നതിനായി മാറ്റിവെക്കുക. 5. പ്രസന്റേഷൻ മാറ്റേഴ്സ്. ആൻസേഴ്സ് നീറ്റായും ക്ലിയർ ആയും എഴുതുക. ലീവ് സ്പേസ് ബിറ്റ്വീൻ ആൻസേഴ്സ്. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ആവശ്യമുള്ളിടത്തെല്ലാം ഡയഗ്രാം വരയ്ക്കുക. ന്യൂമറിക്കൽ ആൻസേഴ്സിൽ ഓരോ സ്റ്റെപ്സും എഴുതുക. ഓർക്കുക, നീറ്റ് ആൻസേഴ്സ് നല്ല ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. എക്സാമിനേഴ്സ് ആർ ഹ്യൂമൻ. 6. വെൻ മൈൻഡ് ഗോസ് ബ്ലാങ്ക്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി പോയാൽ പേടിക്കരുത്. 3 times ഡീപ് ബ്രീത്ത് എടുക്കുക. റിലേറ്റഡ് ആയ പോയിന്റ്സ് എഴുതി തുടങ്ങുക. എഴുതി തുടങ്ങുമ്പോൾ കറക്റ്റ് പോയിന്റ്സ് ഓർമ്മയിൽ വരും. 7. ഹാൻഡ്ലിംഗ് ടഫ് ക്വസ്റ്റ്യൻസ് സ്മാർട്ട്ലി. ഒരു ടഫ് ക്വസ്റ്റ്യനെ പേടിച്ച് ഫുൾ പേപ്പർ സ്പോയിൽ ചെയ്യരുത്. അറിയാവുന്ന പോയിന്റ്സ് എഴുതുക, ഫോർമുലാസ് എഴുതുക, ഡയഗ്രാംസ് വരയ്ക്കുക. ഒരു ക്വസ്റ്റ്യന്റെയും ആൻസർ ബ്ലാങ്ക് ആയി വിടരുത്. ഓരോ സ്റ്റെപ്പിനും മാർക്ക് ഉണ്ടെന്നത് മറക്കാതിരിക്കുക. 8. ബിഫോർ സബ്മിറ്റിംഗ് ദ പേപ്പർ. പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അൺഫിനിഷ്ഡ് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. 9. ആഫ്റ്റർ ദി എക്സാം. എക്സാമിന് ശേഷം ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യരുത്. അടുത്ത എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു എക്സാം അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്. മൂവ് ഫോർവേഡ്. ഓർക്കുക, എക്സാംസ് നിങ്ങളെയല്ല, നിങ്ങളുടെ പ്രിപ്പറേഷന് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. സ്റ്റേ കാം, സ്റ്റേ കോൺഫിഡന്റ്. യു ഹാവ് പ്രിപ്പയർഡ്, യു ഹാവ് ഗോട്ട് ദിസ്. ഓൾ ദ ബെസ്റ്റ്. കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്. ഹാവ് എ ഗ്രേറ്റ് ലൈഫ്.